യു ക്യാൻ വിൻ ഭാഗം 2. വിജയികൾ വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്യുന്നില്ല, അവർ കാര്യങ്ങൾ വ്യത്യസ്തമായി ചെയ്യുന്നു. ഈ വാക്കുകൾ യു ക്യാൻ വിൻ എന്ന പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ ശിവ് ഖേര എഴുതിയിരിക്കുന്നതാണ്. പരാജയങ്ങളിൽ നിരാശരായി പിന്മാറാതെ നിരന്തര പരിശ്രമത്തിലൂടെ ജീവിത വിജയം നേടാൻ നമ്മെ സഹായിക്കുന്ന ഒരു ഗ്രന്ഥമാണ് യു ക്യാൻ വിൻ. പ്രശസ്ത മോട്ടിവേഷൻ ട്രെയിനറായ ശിവ് ഖേര എഴുതിയ ഈ പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു. വിജയിക്കാൻ അനിവാര്യമായ കൂടുതൽ ട്രിക്കുകളും ടിപ്സുകളുമായി മറ്റൊരു വീഡിയോ കൂടി ഞങ്ങൾ അവതരിപ്പിക്കുന്നു. വിജയത്തിൻ്റെ വാതിലുകൾ തുറക്കാൻ മനസ്സിൽ കരുതേണ്ട മാർഗനിർദ്ദേശങ്ങളുടെ ഒരു താക്കോലായിരിക്കും ഇത്. വീഡിയോ മുഴുവനായും കാണാൻ അഭ്യർത്ഥിക്കുന്നു. കഥകൾ നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഇനി ഇൻസ്പിറേഷൻ കഥകളാവട്ടെ അതിലേറെ ഇഷ്ടമാണ്. ശിവ് ഖേര വെളിപ്പെടുത്തുന്ന ടിപ്സ് പൂർണ്ണമായും കഥകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ്. നമ്മുടെ വ്യക്തിജീവിതത്തെയും ഔദ്യോഗിക ജീവിതത്തെയും ഒരുപോലെ സ്വാധീനിക്കുന്ന ഒന്നാണ് നമ്മുടെ മനോഭാവം. നിങ്ങൾ തിരഞ്ഞെടുത്ത കർമ്മരംഗം എന്തുതന്നെയായാലും ശരിയായ മനോഭാവമാണ് വിജയത്തിൻ്റെ അടിസ്ഥാനം. നമ്മുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. ആറ്റിറ്റ്യൂഡ് മെച്ചപ്പെടുത്താനായി ശിവ് ഖേര പറയുന്ന ഒരു കഥ കേട്ടാലോ? ഒരിക്കൽ ഒരു നായാട്ടുകാരന് വെള്ളത്തിലൂടെ നടക്കാൻ കഴിയുന്ന അപൂർവ ഇനം വേട്ടനായയെ ലഭിച്ചു. അതിൻ്റെ അസാമാന്യ കഴിവ് തൻ്റെ സുഹൃത്തുക്കൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കണമെന്ന് അയാൾക്ക് അതിയായ ആഗ്രഹം തോന്നി. വേട്ടക്കാരൻ തൻ്റെ ഒരു സുഹൃത്തിനെ വേട്ടയ്ക്കായി ക്ഷണിച്ചു. തുടർന്ന് അവർ നിരവധി പക്ഷികളെ വെള്ളത്തിലേക്ക് വെടിവെച്ച് വീഴ്ത്തുകയുണ്ടായി. ഒടുവിൽ അതിനെയെല്ലാം എടുത്തുകൊണ്ടുവരുവാൻ നായാട്ടുകാരൻ തൻ്റെ നായയ്ക്ക് നിർദ്ദേശം നൽകി. വെള്ളത്തിലൂടെ അനായാസം നടന്നുപോയി എല്ലാ പക്ഷികളെയും ആ നായ കരയ്ക്കെത്തിച്ചു. സ്വാഭാവികമായും തൻ്റെ സുഹൃത്തിൽ നിന്നും വേട്ടക്കാരൻ അഭിനന്ദനം പ്രതീക്ഷിച്ചു. പക്ഷേ അയാൾ ഒരൊറ്റ നല്ല വാക്ക് പോലും പറയുകയുണ്ടായില്ല. ഒടുവിൽ മടങ്ങുമ്പോൾ വേട്ടക്കാരൻ തൻ്റെ സുഹൃത്തിനോട് എൻ്റെ നായയിൽ എന്തെങ്കിലും അസ്വാഭാവികതകൾ ശ്രദ്ധിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ കൂട്ടുകാരൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു: അസാധാരണമായി ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. നിങ്ങളുടെ നായയ്ക്ക് നീന്താൻ അറിയില്ല. ഈ കഥ നൽകുന്ന ഗുണപാഠം ഇതാണ്: ചിലർ എപ്പോഴും ജീവിതത്തിൽ ദോഷം മാത്രമേ കാണുകയുള്ളൂ. എല്ലാ കാലത്തും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുമായാണ് ഇത്തരക്കാർ ജീവിതം നയിക്കുക. പ്രശ്നങ്ങളെപ്പറ്റി സംസാരിക്കാനില്ല എങ്കിൽ അവർ അസന്തുഷ്ടരായി കാണപ്പെടും. എപ്പോഴും സ്വയം പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും. ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ, നല്ല കാര്യങ്ങൾ ഇതിനെയൊക്കെ മറന്നുകൊണ്ട് ദുഃഖകാര്യങ്ങൾ മാത്രം അവർ ഓർമ്മിക്കുന്നു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ പഠനപ്രകാരം ഒരു വ്യക്തിക്ക് ജോലിയോ പ്രമോഷനോ ലഭിക്കുന്നതിൻ്റെ കാരണം 85% അയാളുടെ ആറ്റിറ്റ്യൂഡിനെ ആശ്രയിച്ചിരിക്കുന്നു. ബുദ്ധിക്കോ അറിവിനോ വെറും 15% മാത്രമേ സ്വാധീനം ചെലുത്താൻ സാധിക്കുകയുള്ളൂ. വിജയത്തിൻ്റെ അടിസ്ഥാനം തന്നെ മനോഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങളിൽ കൂടുതൽ പേരും ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും കഥ കേട്ടിട്ടുണ്ടാകും. ഗോലിയാത്ത് അതിശക്തനും ഭീമാകാരനുമായിരുന്നു. അയാളുടെ രൂപം തന്നെ എല്ലാവരെയും ഭയപ്പെടുത്താൻ പോന്നതാണ്. ഒരു ദിവസം ദാവീദ് തൻ്റെ സഹോദരനോട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഗോലിയാത്തിനെ പരാജയപ്പെടുത്താത്തത് എന്ന് ചോദിച്ചു. ഗോലിയാത്ത് വളരെ വലിപ്പമുള്ളയാളാണ്, അതുകൊണ്ട് തന്നെ അടിച്ചു തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് ജ്യേഷ്ഠൻ അഭിപ്രായപ്പെട്ടു. വലിപ്പമുള്ളയാൾക്ക് അടിയിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ലല്ലോ എന്നാണ് അപ്പോൾ ദാവീദ് ചിന്തിച്ചത്. പിന്നീട് നടന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. വെറുമൊരു തെറ്റാലി കൊണ്ടാണ് ദാവീദ് ഗോലിയാത്തിനെ പരാജയപ്പെടുത്തിയത്. ഇവിടെ ഗോലിയാത്ത് ഒരു പൊതുവായ ശത്രുവായിരുന്നു. എന്നിരുന്നാലും ദാവീദിൻ്റെയും മറ്റുള്ളവരുടെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായിരുന്നു. പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരാൾക്ക് അയാളുടെ മനോഭാവം വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയായി മാറിയാൽ നെഗറ്റീവായ വ്യക്തിക്ക് ഒരുപക്ഷെ അതൊരു തടസ്സമായി മാറും. സക്സസ്, വിജയം യാദൃച്ഛികമായി ഉണ്ടാകുന്നതല്ല. ജീവിത വിജയം നേടിയ വ്യക്തികളുടെ പാത പിന്തുടരാനായാൽ നമുക്കും വിജയിക്കാൻ സാധിക്കും. വിജയിച്ച വ്യക്തികൾ ഒരു കാരണവശാലും അവരുടെ ലക്ഷ്യത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറായിരുന്നില്ല. ചരിത്രം പരിശോധിച്ചാൽ ലോകത്തിലെ ഏറ്റവും പ്രഗത്ഭന്മാരും മഹാന്മാരുമായ വ്യക്തികൾ സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ളവരാണ്. എന്നാൽ അവർ തങ്ങളുടെ പരാജയങ്ങളിൽ നിരാശരായി പിന്മാറാൻ തയ്യാറായില്ല. അവർ വിജയിക്കുന്നതുവരെ തങ്ങളുടെ പ്രയത്നം തുടർന്നുകൊണ്ടേയിരുന്നു. ഇവിടെ ശിവ് ഖേര നമുക്കായി ചില ചെറുകഥകൾ പറയുന്നുണ്ട്. ഒരിക്കൽ ഒരു 21 വയസ്സുകാരൻ പയ്യൻ ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചു വീട് വിട്ടിറങ്ങി. എങ്കിലും തൻ്റെ ആദ്യ ശ്രമത്തിൽ തന്നെ പരാജയപ്പെട്ടു. തൊട്ടടുത്ത വർഷം ഇലക്ഷനിൽ മത്സരിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം.
പിന്നീട് തുടങ്ങിയ ബിസിനസ് ഒരിക്കൽ കൂടി പരാജയത്തിൽ കലാശിച്ചു. 26-ാം വയസ്സിൽ അയാളുടെ ഭാര്യ മരണമടഞ്ഞു. എങ്കിലും നിരാശനായി പിന്മാറാൻ അയാൾ തയ്യാറായില്ല. വീണ്ടും പാർലമെന്റ് ഇലക്ഷനിൽ മത്സരിച്ചു. ഒരിക്കൽ കൂടി പരാജയപ്പെട്ടു. ഒടുവിൽ തൻ്റെ 52-ാം വയസ്സിൽ ആ വ്യക്തി അമേരിക്കയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആ വ്യക്തി മറ്റാരുമല്ല, ലോകത്തിലെ മഹാനായ നേതാവായി കാലം വാഴ്ത്തിയ സാക്ഷാൽ എബ്രഹാം ലിങ്കൺ തന്നെയാണ്. തോൽവിയിൽ മനം മടുത്ത് പിന്മാറാൻ തയ്യാറാകാത്തവർക്ക് മാത്രമേ വിജയം നേടിയെടുക്കാൻ കഴിയൂ. ഒരു വ്യക്തിയിൽ വിജയത്തിന് തടസ്സം നിൽക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നാണ് അയാളുടെ ഭയമെന്ന വികാരം. ഇത് അരക്ഷിതാവസ്ഥ, കോൺഫിഡൻസ് ഇല്ലായ്മ എന്നീ നെഗറ്റീവ് ഗുണങ്ങളെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ കാരണമാകും. യഥാർത്ഥത്തിൽ പരാജയമെന്ന ഭയം ഉടലെടുക്കുന്നത് നമ്മുടെ തെറ്റായ ധാരണകളിൽ നിന്നുമാണ്. തൻ്റെ 67-ാം വയസ്സിൽ തോമസ് ആൽവ എഡിസന്റെ ഫാക്ടറി അഗ്നിക്കിരയായി പൂർണ്ണമായും നശിച്ചു. തൻ്റെ വിലപ്പെട്ട സമ്പാദ്യം നഷ്ടപ്പെട്ട സമയത്തും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: ദുരന്തങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഇതിനൊപ്പം അവയൊക്കെയും അഗ്നിക്കിരയാകട്ടെ. വീണ്ടും എല്ലാം പുനരാരംഭിക്കാൻ എനിക്ക് അവസരം നൽകിയ ദൈവത്തിന് നന്ദി. ഈ ഒരു സംഭവത്തിന് വെറും 3 ആഴ്ച കഴിഞ്ഞ് എഡിസൺ തൻ്റെ പ്രസിദ്ധമായ ഫോണോഗ്രാഫ് കണ്ടെത്തി. ഈ ഒരു പോസിറ്റീവ് ചിന്താഗതിയാണ് എഡിസനെ പോലെയുള്ള നിരവധി വിജയികളുടെ വിജയരഹസ്യം. സമാനമായി നിരവധി പരാജയങ്ങൾ മഹാന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതായി ചരിത്രം വ്യക്തമാക്കുന്നു. കാറുകളുടെ രാജാവായിരുന്ന ഹെൻറി ഫോർഡ് 40-ാം വയസ്സിൽ സാമ്പത്തിക തകർച്ച നേരിട്ട് പാപ്പരായി മാറുകയുണ്ടായി. ലോകപ്രശസ്ത സംഗീതജ്ഞനായ വിധോവന്റെ കഴിവുകളെ ആദ്യകാലങ്ങളിൽ ആരും തന്നെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. എഡിസൺ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിക്കാനുള്ള പരീക്ഷണത്തിൽ 1000-ലേറെ തവണയാണ് പരാജയപ്പെടുകയുണ്ടായത്. തോൽവികൾ അനിവാര്യമാണ്, എന്നാൽ അവ നമുക്ക് പ്രചോദനമായി മാറേണ്ടതുണ്ട്. പലപ്പോഴും പരാജയം മുന്നോട്ടു പോകാനുള്ള ധൈര്യവും കരുത്തും നമുക്ക് നൽകാറുണ്ട്. ഓരോ പരാജയത്തിന് ശേഷവും നാം സ്വയം ആത്മപരിശോധന നടത്തേണ്ടത് അനിവാര്യമാണ്. ഇത് തടസ്സങ്ങളെ വിജയത്തിൻ്റെ ചവിട്ടുപടിയാക്കി മാറ്റാൻ നമ്മെ സഹായിക്കുന്നു. മണി ടെക് മീഡിയ നടത്തുന്ന ലൈഫ് സ്കിൽസ് പ്രോഗ്രാമുകൾക്ക് കുറഞ്ഞ കാലം കൊണ്ടുതന്നെ വളരെയധികം സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ മെന്റർമാർ നയിക്കുന്ന മോട്ടിവേഷൻ, ബിസിനസ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് തുടങ്ങിയവയിൽ പങ്കെടുക്കണമെന്ന് താൽപ്പര്യമുള്ളവർ 7907-536093 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 7907-536093. മണി ടെക് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ഫീസിൽ വലിയ ഇളവുകൾ നൽകുന്നതാണ്. ലോ ഓഫ് സെൽഫ് എസ്റ്റീം. ഒരിക്കലൊരു ഭിക്ഷക്കാരൻ കുറച്ച് പെൻസിലുകളുമായി ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഭിക്ഷാടനത്തിനായി ഇരിക്കുകയായിരുന്നു. അതുവഴി കടന്നുപോയ ഒരു ചെറുപ്പക്കാരനായ ഉദ്യോഗസ്ഥൻ ഭിക്ഷക്കാരൻ്റെ പാത്രത്തിലേക്ക് ഒരു നാണയത്തൊട്ടിട്ടു. എന്നിട്ട് അയാൾ തൻ്റെ വാഹനത്തിൻ്റെ അടുത്തേക്ക് നടന്നുപോയി. എന്നാൽ എന്തോ ആലോചിച്ചിട്ട് വാഹനത്തിൽ നിന്നും തിരികെ നടന്നു. ഭിക്ഷക്കാരൻ്റെ അടുത്തേക്ക് വന്ന് അയാളുടെ പാത്രത്തിൽ നിന്നും കുറച്ച് പെൻസിലുകൾ എടുത്തു. എന്നിട്ട് പറഞ്ഞു: എന്തായാലും ഞാൻ നിങ്ങളുടെ കുറച്ച് പെൻസിലുകൾ എടുക്കാം. നമ്മൾ രണ്ടുപേരും എന്തെങ്കിലും തരത്തിൽ ബിസിനസ്സുകാരാണല്ലോ. ഇത്രയും പറഞ്ഞ ശേഷം അയാൾ യാത്രയായി. കുറേ കാലങ്ങൾക്ക് ശേഷം ഈ ഉദ്യോഗസ്ഥൻ ഒരു പാർട്ടിയിൽ പങ്കെടുത്തു. അവിടെ ആ ഭിക്ഷക്കാരനും കോട്ടും സ്യൂട്ടും ധരിച്ച് സുന്ദരനായി നിൽക്കുന്നുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥനെ കണ്ടയുടനെ തിരിച്ചറിഞ്ഞ അയാൾ അടുത്തേക്കെത്തി സ്വയം പരിചയപ്പെടുത്തി. ഒരുപക്ഷേ നിങ്ങൾ എന്നെ ഓർക്കുന്നില്ലായിരിക്കും, എന്നാൽ എനിക്ക് നിങ്ങളെ മറക്കാൻ കഴിയില്ല. എന്നിട്ട് പണ്ട് നടന്ന ആ ഒരു സംഭവം അയാൾ ഉദ്യോഗസ്ഥനെ ഓർമ്മപ്പെടുത്തി. എന്നാൽ ഉദ്യോഗസ്ഥൻ നിങ്ങൾ എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് അത്ഭുതത്തോടെ ചോദിച്ചു. ഇതിന് മറുപടിയായി ആ ഭിക്ഷക്കാരൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമായിരുന്നു: അന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തതിൻ്റെ പ്രാധാന്യം നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ ഭിക്ഷ നൽകിയപ്പോൾ എന്നോട് മാന്യമായാണ് പെരുമാറിയത്. പെൻസിലുകൾ എടുത്ത ശേഷം നാം എല്ലാവരും ഒരേ തരത്തിൽ ബിസിനസ്സുകാരാണെന്ന് പറഞ്ഞു. നിങ്ങൾ പോയ ശേഷം എന്തിനാണ് ഞാൻ ഭിക്ഷ യാചിക്കുന്നത് എന്ന് ആലോചിച്ചു. ജീവിതത്തിൽ ഉപയോഗപ്രദമായ എന്തെങ്കിലും ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. അന്നു മുതൽ ഞാൻ ചെറിയ രീതിയിൽ ജോലികൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ കാണുന്ന നിലയിൽ എത്തിച്ചേർന്നത്. നിങ്ങളുടെ മാന്യമായ വാക്കുകൾ എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. ഈ ഒരു ചെറുകഥയ്ക്ക് നിരവധി ആശയങ്ങൾ നൽകാൻ കഴിയും. യഥാർത്ഥത്തിൽ ഇവിടെ ഭിക്ഷക്കാരന് എന്തു മാറ്റമാണുണ്ടായത്? ഉദ്യോഗസ്ഥൻ്റെ നിസ്സാരമായ വാക്കുകൾ അയാളിൽ ഉറങ്ങിക്കിടന്ന ആത്മാഭിമാനബോധം ഉണരാൻ കാരണമായി. അതിലൂടെ അയാളുടെ പ്രകടനം മെച്ചപ്പെട്ടു. ഓരോ വ്യക്തികൾക്കും അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആത്മാഭിമാനമെന്ന സ്വഭാവ ഗുണമുണ്ട്. ഓരോ വ്യക്തിക്കും വിജയിക്കാൻ സെൽഫ് എസ്റ്റീം അത്യാവശ്യമാണ്. നാം എന്താണെന്ന കൃത്യമായ വിലയിരുത്തൽ ഗുണകരമാണ്.
നാം എന്തിനേയും കുറ്റപ്പെടുത്തുന്ന സ്വഭാവം ഉപേക്ഷിക്കുക. മറ്റെല്ലാവരും ചെയ്യുന്നു, വേറെ ആരും ചെയ്യുന്നില്ല തുടങ്ങിയ ചിന്തകൾ ഒഴിവാക്കുക. ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്തവർ തൻ്റെ ചുറ്റുമുള്ളവരെ കുറ്റപ്പെടുത്തുകയും വിധിയെ പഴിക്കുകയും ചെയ്യുന്നു. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട ശീലം ചെറുപ്രായത്തിൽ തന്നെ പരിശീലിപ്പിക്കപ്പെടേണ്ടതാണ്. നാം നമ്മെക്കുറിച്ച് എന്താണോ കരുതുന്നത് അതിന് ജീവിതത്തിൽ കൃത്യമായ പ്രാധാന്യമുണ്ട്. ആത്മാഭിമാനം കുറഞ്ഞ വ്യക്തികൾ എല്ലായ്പ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് മാത്രമായിരിക്കും സംസാരിക്കുക. ഇത്തരക്കാർ എല്ലാ കാര്യങ്ങളിലും വിമർശന ബുദ്ധി നിലനിർത്തുന്നവരാണ്. ആത്മാഭിമാനം നഷ്ടമാകുമ്പോൾ നമ്മളിൽ ഈഗോ എന്ന വികാരം ഉടലെടുക്കാൻ തുടങ്ങും. ഇവിടെ ശിവഖേര പറയുന്ന ഒരു രസകരമായ കഥ ശ്രദ്ധിക്കാം. ഒരു ദിവസം ജോണി തൻ്റെ അമ്മയോട് ജിമ്മി ജനാലച്ചില്ലുകൾ തകർത്തുവെന്ന് പരാതിപ്പെട്ടു. എങ്ങനെയാണ് ജിമ്മി അത് ചെയ്തതെന്ന് അമ്മ ചോദിച്ചു. ജോണിയുടെ മറുപടി ഇപ്രകാരമായിരുന്നു: അത് ഞാൻ ജിമ്മിയെ കല്ലെറിഞ്ഞു, അപ്പോൾ അവൻ ഒഴിഞ്ഞു മാറി, അങ്ങനെ കല്ല് ജനാലയിൽ പതിച്ചു. ഈ കഥ നമ്മുടെ ആത്മാഭിമാനത്തിൻ്റെ മൂല്യം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാതെ തങ്ങളുടെ പ്രത്യേക അവകാശങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവർക്ക് ജീവിതത്തിൽ പരാജയം നേരിടേണ്ടി വരും. തൻ്റെ ദൗർബല്യങ്ങളെ കരുത്താക്കി മാറ്റുന്നതിലൂടെ ഏതൊരു വ്യക്തിക്കും വിജയം നേടാൻ കഴിയും. നമുക്ക് ഈ പുസ്തകത്തിലെ മറ്റൊരു ചിന്തിപ്പിക്കുന്ന കഥ കേൾക്കാം. ഒരിക്കലൊരു കഴുകൻ്റെ മുട്ട കോഴിയുടെ കൂട്ടിൽ എങ്ങനെയോ എത്തിപ്പെട്ടു. ഒടുവിൽ മുട്ട വിരിഞ്ഞ് പുറത്തു വന്ന കഴുകൻ കുഞ്ഞ് താനും ഒരു കോഴിക്കുഞ്ഞാണെന്ന് കരുതി വളർന്നു വന്നു. കൂട്ടിലെ മറ്റു കോഴികൾ ചെയ്യുന്നത് പോലെ തന്നെ കഴുകനും ചെയ്തു. അതും മണ്ണിൽ പുഴുക്കളെ ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഒരിക്കലും പറന്നുയരാനും ശ്രമിച്ചില്ല. തൻ്റെ കൂടെയുള്ള കോഴികൾ ചെയ്യുന്നത് മാത്രം കഴുകനും ചെയ്തു പോന്നു. ഒരു ദിവസം മറ്റൊരു കഴുകൻ ആകാശത്ത് മനോഹരമായി പറക്കുന്നത് കണ്ട അവൻ കോഴിയോട് ചോദിച്ചു, എന്താണ് ആ മനോഹരമായ പക്ഷി? കോഴി മറുപടി പറഞ്ഞു, അതൊരു കഴുകനാണ്. അവനൊരു മികച്ച പക്ഷിയാണ്. പക്ഷേ നമുക്ക് അവനെപ്പോലെ പറക്കാൻ കഴിയില്ല, കാരണം നമ്മൾ കോഴികളാണ്. കഴുകൻ അത് സത്യമാണെന്ന് വിശ്വസിച്ച് മറ്റൊന്നും ചിന്തിച്ചില്ല. അങ്ങനെ കഴുകൻ തൻ്റെ പൈതൃകത്തെ നഷ്ടപ്പെടുത്തി ഒരു സാധാരണ കോഴിയുടെ ജീവിതം നയിക്കുകയും മരിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അത് ജയിക്കാനായിരുന്നു ജനിച്ചത്. പക്ഷേ തോൽക്കണമെന്ന ആത്മാഭിമാനം അതിനെ നഷ്ടപ്പെടുത്തി. നമ്മളിൽ പലരും കഴുകൻ കുഞ്ഞിനെ പോലെ തന്നെ നമ്മുടെ മൂല്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ജീവിക്കുന്നത്. നാം നമ്മുടെ ആറ്റിറ്റ്യൂഡ്, വിജയിക്കാനുള്ള മനോഭാവം, ആത്മാഭിമാനം എന്നീ 3 പ്രധാന കാര്യങ്ങൾ ജീവിതത്തിൽ എല്ലായ്പ്പോഴും പിന്തുടരുക. അതിലൂടെ വിജയത്തിൻ്റെ പാതയിൽ എത്തിച്ചേരുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.